സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചതിനും പ്രചരിപ്പിച്ചതിനും നടി ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തു. IT നിയമത്തിലെ 67A പ്രകാരമാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. അനാശാസ്യ നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നും ശ്വേതാ മേനോനെതിരെ പരാതിയുണ്ട്. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ശ്വേതാ മേനോനെതിരെ പരാതിയെടുത്തത് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു, ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളിട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ അസ്വാഭാവികമായ ഒരു കേസ് എന്നാണ് പ്രാഥമികമായി തോന്നുന്നത്. എന്തൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ തരത്തിലാണ് പോലീസിന്റെ വിശദീകരണം? സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചതിനും പ്രചരിപ്പിച്ചതിനും നടി ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അരുൺ, വിവരങ്ങൾ. സിനിമകൾ അഭിനയിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോനെതിരെ ഉന്നയിച്ച പരാതി. ഈ പരാതി ആദ്യം CJM കോടതി മുമ്പാകെയാണ് വന്നത്. കോടതിയാണ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. നമുക്കറിയാം, ഗ്ലാമറസ് വേഷങ്ങളിലൊക്കെ അഭിനയിച്ച നടിയാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തി. ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതിക്കാരൻ പരാതി നൽകിയത്. പരാതിക്കാരൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സിനിമകളൊക്കെ, ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഇതൊക്കെ സെൻസർ ചെയ്ത സിനിമകളാണ്. പരസ്യ ചിത്രമാണെങ്കിലും അങ്ങനെ നിയമത്തിന്റെ വഴിയിൽ തന്നെ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണിത്. ഇതിനകത്ത് ഇപ്പോഴെന്താണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കാനുള്ള കാരണം? അല്ല, ഇത്തരത്തിലുള്ളൊരു പരാതി ഉന്നയിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻസർ ചെയ്ത പടങ്ങൾ പോലും റീസെൻസറിങ്ങിന് പല സിനിമകളും വിധേയമായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പോകുമ്പോഴാണ് വീണ്ടും അതൊരു ചിന്താവിഷയമോ അല്ലെങ്കിൽ വിവാദമോ ആകുന്നത്. അപ്പോൾ ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പരാതി കൊടുക്കാൻ കാരണം തന്നെ ഇപ്പം ഞാൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കത്തിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ്. കാരണം അതിനകത്ത് ഇവർ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ സെക്സ്വൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ പണം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരമുള്ള വീഡിയോകൾ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ നിയമങ്ങളാണ് നാട്ടിൽ വരുന്നത്. ഓരോ നിയമങ്ങൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ആണ്. നിയമങ്ങൾ ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തന്നെ ഇവിടെയും മോഡിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം നിയമങ്ങളെ ഇപ്പം പല വെബ് സീരീസുകൾ ഇപ്പോൾ പലതും നിരോധിച്ചിട്ടുണ്ട്, പല സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്വേതാ മേനോനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു വീഡിയോസുകൾ ഈ നേരത്തെ ഇറക്കിയതായിക്കോട്ടെ, ഇപ്പം ഇറങ്ങിയതായിക്കോട്ടെ, പക്ഷേ IT ആക്ട് പ്രകാരം ഇത് ഒരു പ്രദർശനാനുമതി, പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനാനുമതി എന്ന് പറയുന്നത് IT ആക്ട് 67 വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് IT ആക്ട് 67 എന്താ പറയുന്നത്? അതിനകത്ത് നിലവിൽ വന്നത് 2000 അതിനുശേഷം അഭിനയിച്ച സിനിമകളുടെ കാര്യങ്ങളൊക്കെയാണ് താങ്കൾ ഈ പരാതി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അതുമായി ബന്ധപ്പെട്ട് പരാതി പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുക, നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ നിയമപ്രശ്നം ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇടപെടണമെന്ന്, ഇപ്പോൾ നേരത്തെ തന്നെയുള്ള സിനിമകളാണ് അരുൺ ആദ്യം സൂചിപ്പിച്ചത്, ഇപ്പോൾ ഇടപെടണമെന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ തിരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്നു. അത്തരം എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഒരു പരാതി കൊടുത്തേക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഇപ്പൊ പരാതി കൊടുക്കാൻ ഉണ്ടായ ചേതോവികാരം എന്താണ്? പരാതി ഇപ്പൊ കൊടുത്തതല്ല. ഇവിടെ ചിലര് വിവാദം ഉന്നയിക്കുന്ന പോലെ ഞാൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള അതുകൊണ്ടാണ് ഒരിക്കലുമല്ല. ഞാൻ മാർച്ച് മാസം 3-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. മാർച്ച് മാസം 3-ാം തീയതി സെൻട്രൽ സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കുന്നു. സെൻട്രൽ സ്റ്റേഷന് പരാതി കൊടുത്തതിന് ശേഷം അവിടെ ഒരു നടപടി ഉണ്ടായില്ല. ആ നടപടി ഉണ്ടാകാത്തതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ അത് കഴമ്പുണ്ടെന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ കേസെടുക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. താങ്കളെ പ്രകോപിപ്പിച്ച് എന്താണ് ഈ അശ്ലീല പ്രദർശനമാണോ? കാര്യം താങ്കൾ മുൻപ് ഈ സിനിമകൾ കണ്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമകൾ കണ്ടിട്ടേ ഇല്ല. അതായത് പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ? ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പുതിയ നിയമങ്ങൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് മുന്നിട്ട് വന്നത്. മുൻകൂർ പ്രാബല്യമൊന്നും ഇല്ലല്ലോ.
മുൻകൂർ പ്രാബല്യമൊന്നും വരുന്നില്ലല്ലോ ഈ നിയമങ്ങൾക്കൊക്കെ മുൻകൂർ പ്രാബല്യമില്ല. പക്ഷെ ഇപ്പോഴും ഈ സൈറ്റുകളിൽ, അതായത് ഇപ്പം ഞാൻ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ സിനിമ എടുക്കുന്നതൊന്നും ശ്വേതാ മേനോനല്ല, ഈ സൈറ്റുകൾ ഇടുന്നത് അതിന്റെയൊക്കെ ഓണർഷിപ്പ് മറ്റു പലർക്കുമാണ്. അപ്പൊ അവർക്കെതിരെ പരാതി കൊടുക്കണ്ടേ? അല്ല, അത് ഇനി അതിന്റെ പോലീസിന്റെ അന്വേഷണത്തിലാണ് ആ സംഭവങ്ങൾ പറയുന്നത്. കാരണം ഇപ്പം ഞാൻ പറയാം, പോൺ സൈറ്റുകളിലൊക്കെ തന്നെ ഇപ്പൊ ഈ ശ്വേതാ മേനോന്റേതായിട്ടുള്ള വൾഗറായിട്ടുള്ള വീഡിയോകള്, ചിത്രങ്ങള്. ശ്വേതാ മേനോൻ ഉത്തരവാദിയാണോ? അവിടെ വരുന്നത് അവിടെ ആരാണ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കണ്ടെത്തിയിട്ടല്ലേ ചെയ്യേണ്ടത്? അതിനൊരു ഒരു വ്യക്തിക്കെതിരെ താങ്കൾ ഇങ്ങനെ പരാതി നൽകിയാൽ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ പുറത്തു വരണം. ആ സംഭവം പോലീസ് അന്വേഷിക്കട്ടെ. അത് ആര് അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണോ? ഞാൻ അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി പോകുന്ന ഒരാളല്ല. അല്ല, കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരാതികൾ നോക്കുമ്പോൾ പരാതി മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയതാണ്. വായിച്ചു നോക്കിയപ്പോൾ ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളായാലും പരസ്യചിത്രങ്ങളായാലും അതൊക്കെ സെൻസർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ നിയമപരമായ വഴികളിൽ കൂടെ വന്നിട്ടുള്ളതാണ്. നിയമപരമായ വഴികളാന്ന് പറഞ്ഞാലും നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ട് ഏതെങ്കിലും നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പൊ അവിടെ മാത്രമല്ല, ഈ താങ്കൾ ഈ പറയുന്ന പോൺ സൈറ്റുകളൊക്കെ ഇതിനേക്കാൾ വലിയ വൾഗർ ആയ രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ പരാതി കൊടുക്കും. തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ശ്വേതാ മേനോൻ മാത്രം എന്നുള്ളതല്ല. കാരണം ശ്വേതാ മേനോൻ എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ പ്രശസ്തയായിട്ടുള്ള ഒരു മലയാളി നടിയാണ്. അപ്പം മലയാളി നടിയായിട്ടുള്ള ഒരാള്, ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാള് ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെതിരെ പരാതി കൊടുക്കാനായിട്ടുണ്ടായ കാരണം. എന്താ പറഞ്ഞത്? ആ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനി ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവൾ പറയാം. അപ്പം ഈ പരാതി കൊടുത്ത് കോടതി കൊടുത്തതിന് ശേഷമാണ് ഇവര് എന്താ പറയാ ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഈ ഒരു തലത്തിലേക്ക് ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനം മത്സരിക്കുന്നതും എന്റെ പരാതിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ അതിനു മുമ്പൊക്കെ പരാതി കൊടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവര് ഒരു മാതൃകയാവണ്ടേ, പൊതുസമൂഹത്തിന് മാതൃകയാവണ്ടേ? പല സമയത്തും വളരെ ശക്തമായ നിലപാടെടുക്കുകയും അങ്ങനെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശവും ഇല്ല എന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെയുണ്ട്. അതായത് പല സമയത്തും പല നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതല്ല, നമുക്ക് ഒരു നിലപാടുണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് നിങ്ങൾക്കൊരു നിലപാട് വ്യക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു നിലപാടുണ്ട്. നേരത്തെ ചോദ്യത്തിൽ കുറെ കൂടി വ്യക്തത. ഇപ്പോൾ സിനിമയുടെ ഉത്തരവാദിത്തം അതിന്റെ നിർമ്മാതാക്കൾക്കാണല്ലോ. അതിന്റെ കോപ്പിറൈറ്റും എല്ലാം നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ വിതരണക്കാർ അങ്ങനെയുള്ള കമ്പനികൾക്കുമൊക്കെയാണ്. ഇപ്പോൾ ഈ നിർമ്മാതാക്കൾക്കെതിരെയും വിതരണക്കാർക്കെതിരെയും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പഴയ സിനിമകളുടെ ദൃശ്യങ്ങൾ വരുന്നത്, അതിപ്പോൾ അഭിനയിച്ച നടീനടന്മാരല്ലല്ലോ ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകും. അതോ ശ്വേത മാത്രമാണോ ഉന്നം? അവർ ആ സ്ഥാനത്തിന് യോഗ്യമാണെന്ന് അവർ സ്വയം ചിന്തിക്കട്ടെ. നേരത്തെ ചോദിച്ചു തന്നെ വീണ്ടും ആവർത്തിക്കുക. അതായത് ഈ ശ്വേതാ മേനോന്റെ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്. അവർക്കൊക്കെയാണ് ഈ സിനിമയുടെ റൈറ്റ് ഒക്കെ കിടക്കുന്നത്. ആ കമ്പനികളായിരിക്കാം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും. അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? താങ്കൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണോ ശ്വേതാ മേനോനെതിരെ നടപടി എടുക്കുന്നത് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അതായത് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ സിനിമയുടെ പല സിനിമകളും പറയുന്നുണ്ട് അതിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതി കൊടുക്കുന്നത്? നിർമ്മാതാക്കൾക്കെതിരെയല്ല. ഇപ്പൊ നമ്മൾ പരാതി കൊടുത്ത് നമ്മൾ ഈ പരാതിയിലെ ഉള്ളടക്കത്തെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള പടങ്ങൾ അല്ലെങ്കിൽ വീഡിയോസുകൾ അവരതിൽ അഭിനയിച്ച് അവർ പണം നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പണം കിട്ടുമല്ലോ. അപ്പൊ അത് നിയമപരമായിട്ട് തെറ്റാണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എപ്പോഴാണ് നിയമപരമായിട്ട് തെറ്റാവുന്നത്? IT Act 67 നിങ്ങൾ വായിച്ചു നോക്കുക. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിർവേദം എന്ന സിനിമ, ആ സിനിമയിൽ ആ രീതിയിൽ അഭിനയിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണെന്നാണോ പറയുന്നത്? നിയമപരമായിട്ട് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പരാതി ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഈ സെൻസറിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നമ്മളെ ഈ കേരള സ്റ്റോറി എത്ര പ്രാവശ്യം സെൻസർ ചെയ്തു? പരാതികൾ നിരന്തരം വന്നു കഴിഞ്ഞപ്പോൾ പല രീതിയിൽ തന്നെ സെൻസർ ചെയ്തിട്ടാണ് ആ പടം, കേരളത്തിനൊരു പടം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പടം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ സെൻസർ ചെയ്തിട്ടാണ് പടങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ പരാതി ഉള്ളപ്പോഴാണ് വിവാദങ്ങൾ ഉയരുന്നത്. അത് അങ്ങനെ സെൻസർ ബോർഡ് ഇരിക്കുന്ന പരാതികൾക്ക് അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാനല്ല. അവർക്കറിയാം ഒരു നിയമമുണ്ട്, മാനദണ്ഡമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിനെ സർട്ടിഫൈ ചെയ്യുന്നത്. യു സർട്ടിഫിക്കറ്റ്, എ സർട്ടിഫിക്കറ്റ്, US സർട്ടിഫിക്കറ്റ് എന്നൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ പടങ്ങൾ വീണ്ടും റീസെൻസർ ചെയ്തിട്ടുണ്ടല്ലോ. പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ പല പടങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. സിനിമ തിയേറ്ററിൽ ഇറങ്ങി, ടെലിവിഷനിൽ വന്നു, അതോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സിനിമകളുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത പരാതി താങ്കൾക്ക് എന്താ? 3.5 കോടി ജനങ്ങളുണ്ട്. അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനൊരു പരാതിക്കാരൻ. ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ഒരു പരാതി വരുമ്പോൾ നിങ്ങൾ ഇതാ ചോദ്യം ചോദിക്കല്ലേ, നിങ്ങൾക്ക് മാത്രമുള്ള പരാതി, ബാക്കി 3.5 കോടി ജനങ്ങളില്ല ചോദിക്കില്ലേ? അപ്പൊ ഞാൻ വർഷമായിട്ട് ഒരു പരാതി വന്നിട്ട് മുന്നോട്ട് വരണ്ടേ?
ആരെങ്കിലും ഒരാൾ പരാതിയായിട്ട് മുന്നോട്ട് വരണ്ടേ? ഇപ്പോഴും ചോദ്യം ശ്വേതാമേനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നു? ആ സിനിമ നിർമ്മിച്ച ആള് അല്ലെങ്കിൽ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇവർക്ക് ആർക്കെതിരെയും പരാതിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കാണ് ആ കണ്ടന്റിന്റെ അവകാശം. അതിനി പോലീസാണ് അതുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ പ്രതികൾ ചേർക്കണം. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചതിനും പ്രചരിപ്പിച്ചതിനും നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുകയാണ്.